സതീശനെ അനുകൂലിച്ച് ശ്രീകണ്ഠപുരം പ്രദേശങ്ങളിൽ വ്യാപകമായി ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടു. ഇന്ന് രാവിലെയാണ് ശ്രീകണ്ഠപുരം ടൗൺ സ്ക്വയറിലും കൊട്ടൂർവയലിലും ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടത്. കേരളം വോട്ട് ചെയ്തത് ഈ ക്യാപ്റ്റനെ കണ്ടിട്ടാണെന്നും മുഖ്യമന്ത്രി കസേര ജനനായകൻ നൽകുക എന്നും രാഹുൽജിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ സതീശനെ വിളിക്കൂ, ജനകോടികളുടെ ആവേശം മറക്കരുതേ എന്നിങ്ങനെയാണ് ഫ്ലക്സിൽ പ്രിന്റ് ചെയ്തിട്ടുള്ളത്. ജനാധിപത്യ വിശ്വാസികളായ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിലാണ് 2 സ്ഥലങ്ങളിൽ സ്ഥാപിച്ച ഫ്ലക്സിൽ എഴുതിയിട്ടുള്ളത്. ഇരിക്കൂറിൽ KC വേണുഗോപാലിനെ മത്സരിപ്പിക്കാനുള്ള നീക്കമാണ് ഉള്ളതെങ്കിൽ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസിന് വോട്ട് ചെയ്യില്ലെന്നും കൂടാതെ VD സതീശനാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യനെന്നും ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ശ്രീകണ്ഠപുരം ടൗൺ കേന്ദ്രീകരിച്ച് ബഹുജന പ്രകടനം ഉണ്ടാകുമെന്നും കോൺഗ്രസ് പ്രവർത്തകൻ പറഞ്ഞു. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പം 3 പേരുടെ പേരുകളാണ് കേൾക്കുന്നത്. രമേശ് ചെന്നിത്തലയും VD സതീശനും KC വേണുഗോപാലും. ഈ 3 പേരിൽ ഏറ്റവും യോഗ്യനായ വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ, ജനങ്ങളുടെ അഭിപ്രായം ശരിയാണെങ്കിൽ VD സതീശൻ തന്നെയാണ്. കാരണം 100+ എന്ന് പറഞ്ഞു, അത് വളരെ കറക്റ്റാണ്. ബാക്കി ഇല്ലെങ്കിൽ വനവാസത്തിന് പോകുന്നു പറഞ്ഞു. അങ്ങനെ പറയാൻ ആർജവമുള്ള ഏത് കോൺഗ്രസ്സുകാരനാണ് ഇന്ന് കേരളത്തിലുള്ളത്? ഇതുവരെ അങ്ങനെ ആരും പറയാൻ പറ്റിയിട്ടില്ല. അത്രയും ക്ലിയർ കട്ടായി പറഞ്ഞ മനുഷ്യൻ 5 വർഷം പ്രതിപക്ഷത്തിരുന്ന് കേരളത്തിലെ കോൺഗ്രസ് നയിച്ചൊരു വ്യക്തി, ആ വ്യക്തിക്ക് സീറ്റ് കൊടുക്കാതെ നല്ല ഒരു ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നിട്ട് ഡൽഹിയിൽ നിന്ന് ആരെങ്കിലും കെട്ടിയിറക്കാന്നുള്ള വ്യാമോഹം ഉണ്ടെങ്കിൽ അത് തികച്ചും മിഥ്യാധാരണയാണ്. ഇരിക്കൂർ സീറ്റ് വെച്ച് മാറാനുള്ള ഉദ്ദേശം നമ്മുടെ സജീവ് ജോസഫ് MLA ഉണ്ടെങ്കിൽ ഈ MLA ഇത്രയധികം ഭൂരിപക്ഷത്തിന് ഇരിക്കൂർ നിയോജകമണ്ഡലം തെരഞ്ഞെടുത്ത ഞങ്ങളെപ്പോലെയുള്ള സാധാ പ്രവർത്തകരാണ്. അപ്പം ഞങ്ങളുടെ വികാരം മാനിക്കാതെ ഇയാള് പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ സജീവ് ജോസഫ് ഒരു കാര്യം മനസ്സിലാക്കണം, ഇനി ഒരിക്കലും കോൺഗ്രസിലേക്ക് തിരിച്ചുവരവ് ഉണ്ടാവും. ഒരു MLA സീറ്റ് നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റില്ല. KC വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ തട്ടകത്തിൽ മാത്രം കളിക്കുന്ന വ്യക്തിയാണ്. KC വേണുഗോപാൽ കേരളത്തിൽ എവിടെ മത്സരിച്ചാലും ജയിക്കാൻ നിങ്ങൾക്ക് തോന്നലുണ്ടാവും. പക്ഷേ ജനങ്ങളെ പറ്റിച്ചിട്ട് ജനങ്ങളുടെ അഭിപ്രായം തേടാതെ ജനങ്ങളുടെ ആവശ്യം നിരസിച്ചിട്ട് നിങ്ങൾക്ക് ജയിക്കാമെന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ അത് തികച്ചും വിദ്യാധാരണയാണ്, ഒരിക്കലും സാധിക്കില്ല. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. ഞാൻ കഴിഞ്ഞ 1-ാം തീയതി കൊട്ടൂർവയലിൽ ഒരു ബാനർ വെച്ചിട്ടുണ്ടായിരുന്നു, ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് VD സതീശനാണ് നമുക്ക് മുഖ്യമന്ത്രി, അഭിവാദ്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. ഇന്ന് ഞങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ശ്രീകണ്ഠപുരം ടൗൺ സ്ക്വയറിലും കൊട്ടൂർവയലിൽ ഒരു വലിയൊരു ബാനറും ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് 5:30 ശ്രീകണ്ഠപുരം ഹൈസ്കൂളിന് മുമ്പിൽ നിന്ന് ഒരു പ്രകടനം നയിക്കാൻ വേണ്ടി ഞങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാ ബൂത്തിലും, ഞങ്ങൾ പ്രത്യേകിച്ച് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലില്ല, ന്യായമായ ഒരു ആവശ്യങ്ങൾ മാത്രം. KC വേണുഗോപാൽ ഇവിടെ വേണ്ട, VD സതീശനാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് 100% അർഹൻ. എത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രകടനം ഇന്ന് വൈകുന്നേരം ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. സാധാരണ ജനങ്ങളുടെ വികാരം മാനിക്കാതെ MLA-മാരുടെ വോട്ട് മാത്രം നോക്കി അങ്ങനെയാണെങ്കിൽ ഇനി ഈ കോൺഗ്രസ്, ഈ 100-ലധികം സീറ്റിൽ ഉയർന്നു വന്ന കോൺഗ്രസ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇനി നാമാവശേഷമാകും. CPM-നേക്കാൾ വലിയൊരു ഗതി ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാകും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ജയ് ഹിന്ദ്.